കുറച്ച് ആൾക്കാർ എന്തൊക്കെയോ പിറുപിറുക്കുന്നു. ഇപ്പൊ ഈ വിഷയത്തിൽ നമ്മൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനി നമ്മൾ വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സെയിം വൈബ്രേഷനിൽ സംസാരിക്കുന്നതിന് ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. കൂടാതെ ഞാൻ പറഞ്ഞു, ഇതേപോലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് പരാതികളും പ്രശ്നങ്ങളുമായിട്ടുള്ള ഒരു വൈബ്രേഷനിൽ നിൽക്കുന്നത് ആർക്കും നല്ലതല്ല. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയും, ഇതേപോലുള്ള വീഡിയോകൾ കാണുമ്പോൾ നമുക്കിപ്പോൾ ഒരു രസമായിട്ടായിരിക്കും, ഒരു ആത്മസുഖം, ഇങ്ങനെ പരദൂഷണവും കുറ്റവും കുറവും ഒക്കെ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് മനുഷ്യൻ്റെ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ നമുക്കിതൊരു സുഖമാണ്, മനുഷ്യനൊരു ലഹരിയാണ്, ഒരു രസമാണ്. അതുകൊണ്ടാണ്, ആ ഒരു വാസന കൊണ്ടാണ് ഈ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പം തന്നെ ചാനലുകളിൽ, ഇപ്പോൾ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ പലരും ഇങ്ങനെ ഗോസിപ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പരിഭവങ്ങളും നുണയും കുണ്ടണികളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടുള്ള ഒരുപാട് ചാനൽസ് നമ്മൾ കാണാറുണ്ട്. അപ്പം മനുഷ്യരെല്ലാവരും ഒരുപാട് പേരിങ്ങനെ നമ്മൾ ഈ സീരിയലൊക്കെ കാണുന്ന സ്ത്രീകളും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇതുപോലുള്ള പരദൂഷണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റങ്ങൾ, അതൊരു രസമാണ്, മനുഷ്യൻ്റെ ഒരു ഫ്രീക്വൻസിയിൽ രസമാണ്. പക്ഷെ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുത്തി വയ്ക്കുന്ന വിന എന്താണെന്ന് വെച്ചാൽ, അതുപോലത്തെ വൈബ്രേഷൻസിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ആയിപ്പോവും. നമ്മൾ പിന്നെ അതിൽ നിന്ന് കരകയറാൻ ഒരുപാട് പാടുപെടും. അപ്പോൾ നമ്മൾ ആധ്യാത്മിക രംഗത്ത് വരുമ്പോൾ ഇതേപോലുള്ള നുണയും പരദൂഷണങ്ങളും കുറ്റങ്ങളും ഒന്നും അല്ലാതെ എന്തൊക്കെ കുറ്റങ്ങൾ നമ്മൾ നിലനിൽക്കുന്ന, നമ്മൾ കണ്ണു തുറന്ന് കാണുന്ന ലോകത്തിൽ എന്തൊക്കെ കുറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടോ, അതൊരു പ്രത്യേക തരത്തിലുള്ള താഴ്ന്ന വൈബ്രേഷൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഉയരാനുള്ള ഒരു പരിശ്രമമാണ്. അതൊന്ന് ഉയർന്ന ഒരു ബോധപൂർവ്വം ഉണർന്ന ഒരു കാഴ്ചപ്പാടുണ്ടാക്കി, ഒരു സ്നേഹത്തിൻ്റെ, സത്യത്തിൻ്റെ, ശാന്തിയുടെ ഒരു രംഗത്തിരുന്ന് നമ്മൾ വൈബ്രേഷൻ ഉയർത്തിയിട്ട് നമ്മുടെ ജീവിതത്തെ പോസിറ്റീവാക്കി, നമ്മുടെ ജീവിതത്തിനെ നല്ല രീതിയിൽ ജീവിച്ച് നമ്മുടെ സത്യത്തിലേക്ക് പരിണമിക്കുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് ആധ്യാത്മിക രംഗത്തുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഗോസിപ്പുകളും നുണയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആധ്യാത്മിക രംഗത്തുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല.